അപ്പൊ ഇന്ന് നമ്മൾ ശ്രീജാട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉണക്കമീൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഉണക്കമീൻ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ശ്രീജ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് നോക്കിക്കളയാം എന്താണ് പുള്ളിക്കാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം എന്തായാലും നമുക്കിന്ന് ശ്രീജാട സ്പെഷ്യൽ ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ശ്രീജാട സ്പെഷ്യൽ എന്തുവാ അതിൻ്റെ പേര്, ഉണക്കമീൻ കറി. ശ്രീജ സ്പെഷ്യൽ ഉണക്കമീൻ ഫ്രൈ. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയും പിന്നെ സവാള, പിന്നെ നമ്മുടെ കാന്താരിയാണ്, അത് കാന്താരി ചതച്ചെടുത്തല്ലേ, പിന്നെ ഉപ്പ്, ഇത്രയും സംഭവങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് ഇതിനകത്തിട്ടാണ് ചതച്ചത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. നമ്മൾ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ഉണക്കമീൻ കറിയാണ്. ഉണക്കമീൻ കറി നടി എൻ്റെ പിന്നെ ഉണക്കമീൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു ഒന്ന് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ഉണക്കമീൻ ശ്രീജ ഇവിടെ സെറ്റാക്കിയാണ് കേട്ടോ. ഉണക്കമീനും ഫ്രൈ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ മാതാവ് ഞാൻ മാറി നിൽക്കട്ടെ, എനിക്ക് പേടിയാണേ. കുഴപ്പമൊന്നും പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. അപ്പോൾ ശ്രീജാട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു ശരിക്കും. ഞാൻ ചോദിക്കുകയും ചെയ്തല്ലേ എൻ്റെ റെസിപ്പി എന്താണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ചെയ്തപ്പോഴത്തേക്ക്. അന്ന് പിന്നെ കറികളൊന്നും ഇല്ലാതിരുന്നത് ഞാൻ തട്ടിക്കൂട്ടിയാണ്. പക്ഷെ അതെനിക്കും അത് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഉണക്കമീൻ വറുത്ത മണം. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ശ്രീജാട സ്പെഷ്യൽ റെസിപ്പീസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സവാളയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. നമ്മൾ സവാള പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്ന ഒരു ടിപ്പുണ്ടല്ലോ. ഓക്കെ, അപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഉച്ചയ്ക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലേ. നമ്മൾ സാധാരണ സവാളയും നമ്മൾ വെറുതെ ചെയ്യാറുണ്ട്, കുറച്ച് ക്വാണ്ടിറ്റിയും കൂടുതൽ വരും. കുറച്ച് കറി ചോറ് കരുതി നമ്മൾ ഉപ്പിടാതിരിക്കേണ്ട. നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പില്ലാത്ത ഉണക്കമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമായിരിക്കും. സത്യം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. ഉണക്കമീനും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് വേറെ നോൺ വെജ് ഇല്ലാതെ ഫുഡ് കഴിക്കാറില്ല. എനിക്ക് നോൺ വെജ് വേണം. ഒരു കഷ്ണം ഉണക്കമീനെങ്കിലും എനിക്ക് കടിച്ചു കൂട്ടാൻ വേണം. അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളർഫുള്ളായിട്ടുണ്ട്. ഇങ്ങനെ വേണ്ടിയിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? തക്കാളിയിലുള്ള വെള്ളമില്ലേ, അത് ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇല്ലേ കാന്താരി ജസ്റ്റ് വേണം. ഈ കാന്താരി നമ്മുടെ വീട്ടിൽ പിടിച്ച കാന്താരിയാണ് കേട്ടോ. അത് കാരണം ഈ കാന്താരി ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഞങ്ങൾക്ക് തൈരിനകത്തും ഞങ്ങളുടെ ഉപ്പുമാങ്ങയ്ക്കകത്തും പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുക്കുമ്പോഴും എല്ലാത്തിനകത്തും നമ്മൾ വാരിക്കോരി കാന്താരി നല്ലതാണ് കഴിക്കുന്നത്. കൊളസ്ട്രോളൊക്കെ കുറയാനും ഒക്കെ ബെറ്ററാണെന്നാണ് പറയുന്നത് കാന്താരി നല്ലത്. പിന്നെ ഇവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇരുന്നത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുളവ അതൊന്നും അറിയത്തില്ല, ഓപ്ഷണലാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, പച്ച, വെള്ള, ചുവപ്പ്, കറുപ്പ്, എന്തൊക്കെയോ എന്തോ. നമ്മൾ ഓവറായിട്ട് മേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോൾ കുളമായി പോകുന്ന പോലത്തെ അവസ്ഥയാകരുത്. പക്ഷെ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. നല്ല രസമുണ്ട് കാണാൻ.
അപ്പോൾ ശ്രീജ സ്പെഷ്യൽ ഉണക്കമീൻ വറുത്തത്, ചൂടെടുത്തിരുന്ന് ശ്രീജ ഉണ്ടാക്കുന്ന ഉണക്കമീൻ വറുത്തതാണിത്. ഓക്കെ, കുറച്ച് നേരം അടച്ച് വെച്ച് വയ്ക്കണമെന്ന് തോന്നുന്നുണ്ടോ? വെള്ളം പറ്റണം. ഇത് നമ്മൾ ജസ്റ്റ് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊള്ളാം കേട്ടോ, ഒരു ബിരിയാണി പരുവ. അപ്പോൾ ഫൈനലി നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇത് വെറും ഫിഷ് ഫ്രൈ അല്ല, ഇത് റോസ്റ്റ് ആക്കിയ ഫിഷ് ഫ്രൈ ആണ്. അത് നമുക്ക് കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടും വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഇതൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റോസ്റ്റ് ഇഷ്ടപ്പെട്ടവർ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബൈ.